സാൻജോസ് ഇപ്പോൾ സണ്ണി ജോസഫ് MLA-യും നേരത്തെ അരുൺകുമാറിന് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമാണ് 10:15 10:20 കൂടി ക്യാമ്പസിലെത്തുമ്പോൾ എന്തു പറഞ്ഞാണ് സാൻജോസിനെ ഈ പ്രവർത്തകർ മർദ്ദിക്കുന്നത്? മർദ്ദിച്ചവരെ താങ്കൾക്കറിയാമല്ലോ അല്ലേ? അതെ സാർ, ഞങ്ങൾ എത്തിയതിന് ശേഷം, അതായത് ഞങ്ങൾ അകത്ത് കയറിയതിന് ശേഷം എന്നെ സെൻട്രൽ സർക്കിളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ആ പുള്ളി പോവുകയാണ്. പോകുന്ന സമയത്ത് സെൻട്രൽ സർക്കിളിൽ തന്നെ SFI നേതാക്കന്മാരുണ്ടായിരുന്നു. ഇവരവിടെ വിളിച്ചു പറഞ്ഞു, ആരെയോ ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഒരുത്തൻ ബുള്ളറ്റിൽ വരുന്നുണ്ട്, അവൻ അവിടെ തടയണം എന്ന് പറഞ്ഞു. എന്ന് പറയുന്ന സമയത്ത് സാൻജോസ് കാര്യവട്ടം ക്യാമ്പസിലെ റിസർച്ച് ഗേറ്റ് കടന്ന് സെൻട്രൽ സർക്കിൾ വരെ ക്യാമ്പസിൽ പഠിക്കാത്ത വിദ്യാർത്ഥിയുടെ ബുള്ളറ്റിൽ പോയി രാത്രി 10:20 അല്ലേ? താങ്കൾ ഇപ്പോൾ പറയുന്നത് സെൻട്രൽ സർക്കിൾ വരെ എത്തി ഈ സുഹൃത്ത് എന്നാണ്. അപ്പൊ അതൊരു വീഴ്ചയല്ലേ? സെൻട്രൽ സർക്കിളിലാണ്. സെൻട്രൽ സർക്കിൾ എന്ന് പറയുന്നത് നിലവിലുള്ള സെക്യൂരിറ്റി ഗേറ്റും കടന്ന് ഏകദേശം 300 മീറ്ററോളം ഉണ്ട് ഈ സെൻട്രൽ ഗേറ്റിലേക്ക് എത്താൻ. സെൻട്രൽ ഗേറ്റിൽ രാത്രി 10:20 ഒരു പുറത്തു നിന്നുള്ള ഒരു വിദ്യാർത്ഥിക്ക് പ്രവേശിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. സാർ, അവിടെ എന്നെ കൊണ്ടാക്കാൻ വരുന്ന ആ വിദ്യാർത്ഥി അവിടെ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിന് അങ്ങനെ തടയേണ്ടത് അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റിയുടെ വീഴ്ചയാണ്. ആ സെക്യൂരിറ്റി അല്ലെങ്കിൽ പറയണം പോകാൻ പറ്റില്ല എന്ന് പറയണമായിരുന്നു. അദ്ദേഹം ഇവിടെ പോകണമെന്ന് ചോദിച്ചു, സെൻട്രൽ സർക്കിൾ വരെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കൈ കാണിച്ചു, പോയിട്ട് വരൂ എന്ന് കാണിച്ചു. അങ്ങനെയായിരുന്നെങ്കിൽ അവരെ തടയാൻ എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ജെബിൻ അല്ലേ? ആ വിദ്യാർത്ഥി തിരിച്ച് സെക്യൂരിറ്റി വിങ്ങിന്റെ അവിടേക്ക് വരുന്നു. ജോബിസ് അവിടേക്ക് എത്തുന്നു അല്ലേ? അതെ. അപ്പൊ താങ്കളുണ്ടോ ആ ജോബിന്റെ വണ്ടിയുടെ പിന്നിൽ? ഞാനില്ല, ഞാൻ സെൻട്രൽ സർക്കിളിൽ നിൽക്കുമായിരുന്നു. താങ്കൾ സെൻട്രൽ സർക്കിളിലായിരുന്നു. ജോബിസ് അങ്ങ് പോയി. ഇദ്ദേഹം അങ്ങ് പോയി, എന്നെ കൊണ്ടിറക്കിയിട്ട് അദ്ദേഹം അങ്ങ് പോയി. ഓക്കെ, സെക്യൂരിറ്റി വിങ്ങും കടന്നുപോയി. ഇല്ല സാർ, സെക്യൂരിറ്റി വിങ്ങിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അതായത് ഗ്രൗണ്ടിന്റെ ഭാഗത്തൂടെ അദ്ദേഹം ബാക്ക് ഗേറ്റ് വഴി പുറത്തിറങ്ങാൻ പോവുകയാണ്. അപ്പോഴാണ് ഇവർ തടയുന്നത്. അല്ല, താങ്കളെ സെൻട്രൽ സർക്കിളിൽ ഇറക്കി കഴിഞ്ഞിട്ട് ബുള്ളറ്റിൽ ഈ സെബിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി അവിടേക്ക് പോകുന്നു. ജോബിസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സെക്യൂരിറ്റി വിങ്ങിലേക്ക് പോകുന്നു. സെക്യൂരിറ്റി വിങ്ങിൽ കടന്നു പോകാമല്ലോ സ്വാഭാവികം. അത് കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോകല്ലേ? അദ്ദേഹം താങ്കളെ വിട്ടിട്ട് പോവല്ലേ ചെയ്തത്? വീട്ടിലേക്ക് പോവല്ലേ ചെയ്തത്? അതെ, വീട്ടിലേക്ക് പോവാണ് ചെയ്തത്. അതെ. അപ്പോൾ ഈ ജോബിൻസൺ വീട്ടിൽ പോകാൻ പോയി. പിന്നെ ജോബിൻസൺ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ജോബിൻസൺ അങ്ങ് വീട്ടിൽ പോയാൽ പോരെ? പിന്നെ എന്തിനാണ് ജോബിൻസൺ ആ ക്യാമ്പസിൽ നിന്നത്? താങ്കളെ വിട്ടിട്ട് പോയി. താങ്കളില്ല, മതി. അവിടെ നിന്നിട്ടില്ലല്ലോ സാർ. ഒരു ബൈക്കിൽ വന്ന് തടഞ്ഞു നിർത്തുകയാണ്. എന്താ സാർ, കേട്ടില്ല? അല്ല, താങ്കളെ സെൻട്രൽ സർക്കിളിൽ ഇറക്കിയതിന് ശേഷം ജോബിൻസ് പോവുകയല്ലേ ചെയ്തത്? അതെ അതെ. അപ്പോൾ താങ്കൾ ഈ ജോബിൻസിന്റെ ബൈക്കിന് പിന്നിലില്ലല്ലോ. ഞാൻ ബൈക്കിന് പിന്നിലില്ല. അപ്പൊ ജോബിൻസൺ അങ്ങ് വീട്ടിൽ പോയാൽ പോരെ? സാർ, വീട്ടിൽ പോകുന്ന വിദ്യാർത്ഥിയെ വഴിയിൽ തടഞ്ഞു നിർത്തുകയല്ലേ? വഴിയിൽ തടഞ്ഞു നിർത്തുകയാണ്. അപ്പൊ താങ്കളെ അല്ല തടഞ്ഞു നിർത്തുന്നത്, ഈ ജോബിൻസ് എന്ന് പറയുന്ന ക്യാമ്പസിൽ ഇല്ലാത്ത വിദ്യാർത്ഥിയാണ് SFI തടഞ്ഞു നിർത്തുന്നത്. സെക്യൂരിറ്റിക്കാർക്ക് പകരം ആ പണി കൂടി SFIക്കാർ എടുക്കുന്നു അല്ലേ? അതെ, തിരിച്ചു പോകുന്ന സമയത്ത്. ഓക്കെ, ഇത് SFI എടുക്കുന്നു. ഇത് അറിഞ്ഞാണ് സാൻജോസ് അങ്ങോട്ട് ചെല്ലുന്നത് അല്ലേ? അതെ സാർ, ഇത് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, എന്നെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു, എൻ്റെ വണ്ടിയുടെ താക്കോല് പിടിച്ചു വാങ്ങിച്ചു, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്താണ് ഞാൻ വരാം, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ സെക്യൂരിറ്റിയുടെ പണി എടുക്കേണ്ട എന്ത് ഉത്തരവാദിത്വമാണ് അവിടുത്തെ SFI പ്രവർത്തകർക്കുള്ളത്? അരുൺ, മിസ്റ്റർ അരുൺകുമാർ, ഇപ്പൊ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഈ ഇൻസിഡന്റിലുള്ള KSUവിന്റെ നേതാവിനെ നിങ്ങൾ വിളിച്ചിരുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആ ക്യാമ്പസിലെ ഏതെങ്കിലും മറ്റൊരു വിദ്യാർത്ഥിയെ, SFIയുടെ ഒരു വിദ്യാർത്ഥിയും കൂടി ഇരുത്തിയിരുന്നെങ്കിൽ കൃത്യമായിട്ടുള്ള സത്യം പുറത്തു വന്നേനെ. ഈ ചർച്ച തുടങ്ങുമ്പോൾ ഉള്ള ഒരു അവസ്ഥയല്ല, 9:15 നിന്ന് അത് 10:30 ആ സംഭവം വന്നതെല്ലാം മാറി. അപ്പൊ ഏകപക്ഷീയമായിട്ടാണ് ഈ ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇദ്ദേഹം ആ സംഭവത്തിൽ ഉൾപ്പെട്ടയാളാണ്, ക്യാമ്പസിലെ വിദ്യാർത്ഥിയാണ്, അവിടെ വർഷങ്ങളായിട്ട് പഠിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഞങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായി ഇപ്പൊ നിയമസഭയിൽ അടക്കമുള്ള വിഷയം മറ്റെന്ത് പൊളിറ്റിക്കൽ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാം. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഏകപക്ഷീയമായി ഈ ചർച്ചയെ വളച്ചൊടിക്കാൻ നുണ തന്നെയാണ് പറഞ്ഞു
നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് ക്ലിയർ ആണ്. ക്യാമ്പസിന്റെ അകത്തേക്ക് ആ ക്യാമ്പസിൽ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയെ കൊണ്ടുവന്ന് അവിടെ രാത്രി 10:30 വന്ന് തമ്പടിക്കുന്ന സാഹചര്യം വന്നപ്പോൾ സ്വാഭാവികമായും ആ ക്യാമ്പസിലെ കുട്ടികൾ ചോദ്യം ചെയ്യും, ആരാണ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ കിട്ടുന്ന മറുപടിയും പ്രതികരണവും മോശമായതിന്റെ ഭാഗമായി അവിടെ വേർഡ്ലി അൾട്രക്കേഷൻ ഉണ്ടായി, വാക്കുതർക്കം ഉണ്ടായി. അത് തന്നെയാണ് ഈ സംഭവത്തിന്റെ തുടക്കം. ഓക്കെ.